ഫുള്ള് ലോണില് ഓക്കെ. ഒരു തുക പോലും മുടക്കാൻ നമുക്ക് i20 സ്വന്തമാക്കാം അല്ലേ? ഓക്കെ. ഓഫർ റേറ്റിൽ നമുക്ക് കൊടുക്കും ചെയ്യാം. CRDI അല്ലേ? ഒരു 2.5 ലക്ഷം രൂപയ്ക്ക് 2.5 ലക്ഷം രൂപ ഒരു ആജാനുഭാവ് വണ്ടി കൊടുക്കാം അല്ലേ? പിന്നെ ഫുള്ള് ലോണില് ഓക്കെ. VXI പെട്രോളിൽ വരുന്ന 2015-16 വരുന്ന ആൽഫ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്ന വണ്ടിയാണ്. ഹെഡ് ലാമ്പ് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റും. ഫുള്ള് ലോണില് പെട്രോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി. പാനോരമിക് സൺറൂഫ് വരുന്നത്. ഇതിന്റെ ഇന്റീരിയർ എന്ന് വെച്ചാല് റേഞ്ചർ റോവറിന്റെ ഒരു കട്ടാണ്. മലയാളി മീഡിയയിലെ പുത്തൻ പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ പാർട്ട് 2 ആണ് കേട്ടോ. മലപ്പുറം ഓട്ടോ ഡിലക്സിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. മുന്നത്തെ വീഡിയോ കാണാത്തവര് നമ്മുടെ ചാനലിലുണ്ട്. മുന്നത്തെ വീഡിയോ ഒരുപാട് വണ്ടികൾ നമ്മൾ ഈ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സെക്ഷൻസ് ഇത് മുതൽ ആ തല വരെയുള്ള വണ്ടികൾ മൊത്തം കാണിക്കും. അപ്പൊ വീഡിയോയിൽ അവസാനം വരെ കാണും. ഇവിടെ നോക്കി ഈ സെക്ഷനത്തെ വാഹനങ്ങള് വെറും 65,000 രൂപ മുതൽ 20 ലക്ഷം രൂപ വില വരുന്ന അത്ര വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഈ സെക്ഷനിൽ ഇതാ മുന്നത്തെ സെക്ഷൻ നമ്മളവിടെ കാണിച്ചിട്ടോ. അപ്പോൾ മുന്നത്തെ വീഡിയോ എല്ലാവരും പോയി കാണണം. ജീപ്പ് കോമ്പാസ് ഉണ്ട്. പിന്നെ അതാ ഒരുപാട് പേരെ സ്വപ്ന ഒരു വിൻറ്റേജ് കളക്ഷനിൽ കൊണ്ടുവെക്കാൻ പറ്റിയൊരു വാഹനമാണ് ലാൻസർ. അതും ഹൈ ക്വാളിറ്റി വണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടി ഉണ്ട്. പിന്നെ അതാ ചെറിയ പൈസക്ക് 7 സീറ്റർ നോക്കുന്നവർക്ക് അതുണ്ട്. ഒരുപാട് വാഹനങ്ങൾ നോക്കുന്നവർക്ക് നമ്മൾ എന്തായാലും ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. ഇതൊക്കെ ഉണ്ടോ വെറുതെ നിൽക്കണോക്കെ ഏതാ വണ്ടി. അപ്പൊ ജുനീദ് വീണ്ടും മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ ലൊക്കേഷൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്താണ്. മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ ഒരു 3 കിലോമീറ്റർ വന്നാൽ മേൽമുറി ആലത്തൂർപ്പടി എന്ന സ്ഥലത്ത് ഓട്ടോ ഡിലക്സ് എന്ന സ്ഥാപനം. വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ലൊക്കേഷൻ കൊടുക്കും. ഓക്കെ. അപ്പൊ വണ്ടി എത്ര വണ്ടികൾ ഇപ്പൊ ഇന്ന് നമുക്ക് കാണിക്കാം? ഇന്നിപ്പോ ഏകദേശം നമുക്ക് ഇന്ന് കാണിക്കാൻ പറ്റുന്ന 25ഓളം വണ്ടികളുണ്ട് കാണിക്കാം അല്ലെ? ഒരു 65,000 രൂപ മുതൽ 20 ലക്ഷം രൂപ മുതലുള്ള വണ്ടികൾ വരെ നമ്മളെത്തുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ലക്ഷറി ആൾക്കാർക്കും പറ്റിയ വണ്ടി നമ്മളെത്തുണ്ട്. സമയം വേസ്റ്റ് ചെയ്യില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യമായിട്ട് ജനപ്രിയ വാഹനമായിട്ടുള്ള പോളോ പരിചയപ്പെടാം. ഇത് ഡീസൽ പെട്രോളാ? ഡീസലാണ്. 1.2 ലിറ്റർ ഡീസലാണ് വരുന്നത്. നല്ല പവർഫുൾ ആയിട്ടുള്ള വാഹനമാണ്. മൈലേജും പ്രതീക്ഷിക്കാം അല്ലെ? ഇതിനിപ്പോ എഞ്ചിനും ബോഡി ഭാഗങ്ങളൊക്കെ പക്കല്ലേ? ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടി പറയാം. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ് 1.12 ഓട്ടം. 1,12,000 കിലോമീറ്റർ ഓട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ടോ? കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അല്ലേ? ടയറും കാര്യങ്ങളും അലോവിയിൽ വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്തോട്ട് വരുന്നത് ഫുൾ ഓപ്ഷനാ. തരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ് വരുന്നത്. സെറ്റ് സെന്റർ ലോക്ക് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. കംഫർട്ട് ആണ് ഈ വാഹനം ഡ്രൈവ് ചെയ്യാൻ. എത്ര കൊടുക്കാം നമുക്ക്? ഇത് 4.35 ചോദിക്കുന്നുണ്ട്. കമ്മിയാക്കി കൊടുക്കാം. അതിൽ എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കാം. ലോൺ കയറ്റാൻ പറ്റും. ലോണും കയറ്റാം. ചെറിയ പൈസക്ക് വണ്ടി ഇറക്കാം. തുച്ഛമായ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഫോക്സ്വാഗൺ പോളോ സ്വന്തമാക്കാം കേട്ടോ. അത് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരു ഇന്നോവ പരിചയപ്പെടാം. അത് കുറച്ച് മോഡൽ കൂടി വണ്ടിയാ തോന്നുന്നില്ലേ? ഇത് എത്ര മോഡൽ? 2015 നമ്മൾ നേരത്തെ കണ്ട വണ്ടിന്റെ മോഡൽ കൂടി 2015 വൈറ്റ് കളർ. ഓക്കെ. റീവണ്ടി കേരള വണ്ടിയാ? റീവണ്ടിയാണ്. ടയർ ഒരു 80 മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 3. എത്ര ഓട്ടം? ഇത് 1.70 ഓട്ടം. അത് കറക്റ്റ് ആണോ? സർവീസ് ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ. ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ല തരക്കേടില്ലാത്ത ഡാഷ്ബോർഡും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. എത്രയാണ് ആക്സിയം പ്രൈസിന്? ഇത് 9 ചോദിക്കുന്നുണ്ട്. കമ്മിയാക്കി കൊടുക്കാം. ഒരു ഉറപ്പുണ്ടെങ്കിൽ വണ്ടി ലോണിൽ ഇറക്കി കൊടുക്കാം. 1 ലക്ഷം രൂപ വണ്ടി നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഒരു ഇന്നോവ സ്വന്തമാക്കാം അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരു ബലേനെ പരിചയപ്പെടാം. മുന്നത്തെ വീഡിയോയിൽ നമ്മള് ഗ്ലൻസിയും ബലേനൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ? നമുക്കൊരു ബലേനെ പരിചയപ്പെടാം. മോഡൽ 2015-16 വരുന്ന ആൽഫ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്ന വണ്ടിയാണ്. ഹെഡ് ലാമ്പ് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റും. ഫുള്ള് ലോണില് ഓക്കെ. 1 രൂപ പോലും മുടക്കാൻ നമുക്ക് ബലേനെ സ്വന്തമാക്കാം അല്ലേ? അതെ. ഓക്കെ. 5.50 ചോദിക്കുന്നുണ്ട്. 5.50 നമുക്ക് കമ്മിയാക്കി കൊടുക്കാം. 5.50 അതിന്റെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ചെയ്യാം. കീല സെന്റർ വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഡീസൽ അല്ലേ? ഡീസൽ. നല്ല മൈലേജ് ഉണ്ട്. 20-24 കിലോമീറ്റർ മൈലേജും കിട്ടും. പവറും ഉണ്ടാവും. ലോൺ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ റേറ്റില്? ഫുള്ള് ലോൺ ചെയ്യാം. ഫുള്ള് ലോണാ? അതെ, ഫുള്ള് ലോണ്. ഓക്കെ. 5.50 നമുക്ക് ലോണും ചെയ്യാം. അല്ലെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാന്ന് ഗ്യാരണ്ടി പറയാം. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു ക്രെറ്റ പരിചയപ്പെടാം. അത് ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? പെട്രോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി. ഇതിന്റെ പാനോരമിക് സൺറൂഫ് വരുന്നത്. ഇതിന്റെ ഇന്റീരിയർ എന്ന് വെച്ചാല് റേഞ്ചർ റോവറിന്റെ ഒരു കട്ടാണ്. ഈ ഫുൾ ഓപ്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ആ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ടയർ എത്ര ഓടിക്കണോ? ഇത് ആകെ 37,000. വെറും 37,000.
ഓണർഷിപ്പ് അപ്പൊ സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ്, കറക്റ്റ് കമ്പനി സർവീസ് പ്രോപ്പർ സർവീസ് ഉണ്ട് അല്ലേ? അതെ അതെ. ടയർ 4 അലോയിലാണ്. ഇന്റീരിയർ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള വാഹനമാണ് കേട്ടോ. ഇത് പനോരമിക് സൺറൂഫോട് കൂടി വരുന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് ആകാശമൊക്കെ കണ്ട് സെറ്റപ്പിൽ അങ്ങോട്ട് പോവാം. എത്ര കൊടുക്കത്? ഇത് 17,40. 17,40,000 രൂപ കൊടുക്കും. അതിന് എന്തെങ്കിലും കമ്മിയാക്കാം അല്ലേ? ഓക്കെ. മാക്സിമം ലോൺ കയറുമോ ഇതിന്? മാക്സിമം അത് 5 ലക്ഷത്തിന്റെ റേഞ്ച് ലോണും കയറും അല്ലേ? ചെറിയ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് കറക്റ്റ് ഇറക്കാം. ഇനി നമുക്കൊരു താറ് പരിചയപ്പെടാം. ഹാർഡ് ടോപ്പ് ഒക്കെ ചെയ്ത വണ്ടി അല്ലേ? 2.5 ലക്ഷം രൂപയുടെ ആക്സറീസ് കയറ്റിണ്ട്. 2.5 ലക്ഷം രൂപയുടെ ആക്സസറീസ് കയറ്റിണ്ട് വണ്ടി. ഓക്കെ. ഓണർ ഇത് സെക്കൻഡ് ഓണർ, 1 ലക്ഷം ഓട്ടം. പിന്നെ ഇത് ഓഫ് റോഡ് ഒന്നും ഓടിയിട്ടില്ല, ഒന്നും അങ്ങനത്തെ റഫ് ആയിട്ടുള്ള ഓട്ടങ്ങളൊന്നും നടന്നു. സ്റ്റാൻഡേർഡ് യൂസ് ആണ്, സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. ബോഡിയും കാര്യങ്ങളൊക്കെ പക്ക കേട്ടോ, ഒന്നും പറയാനില്ല. നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇതിന് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. ഇതിന് ഇന്റീരിയറും എക്സ്റ്റീരിയർ കണ്ട പോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി ഇന്റീരിയർ തന്നെ വരുന്നത്. സീറ്റ് കവർ സെറ്റ് എല്ലാം വരുന്ന വണ്ടിയാണ് കേട്ടോ. എത്ര കൊടുക്കാം? ഇത് 8.5 ലക്ഷം റുപ്യ കൊടുക്കാം. അതിൽ കമ്മിയാക്കി കൊടുക്കാം, നമുക്ക് അതിനും കമ്മിയാക്കി കൊടുക്കാം. എത്ര തുക ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ വണ്ടി? ഒരു 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു താറ് സ്വന്തമാക്കാം കേട്ടോ. അപ്പൊ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ് എത്തിയോസ്. ഇത് കേരള വണ്ടിയാണ്, റീ വണ്ടിയാണ്. 2012 മോഡല്, നല്ല ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ്. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല, പിന്നെ നല്ല തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത. ഓണർഷിപ്പും കിലോമീറ്ററും ഇത് 190 ഓടിക്കണ്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർ ആണ്. രണ്ടാമത്തെ ഓണർഷിപ്പ് നമ്മുടെ നാട്ടിലുള്ള ആളാണ്. ഓക്കെ. പിന്നെ നല്ല വണ്ടിയാ, ധൈര്യമായിട്ട് വിശ്വസിച്ച് കൊണ്ടുപോകാം. 360 ചോദിക്കണത്, കമ്മിയാക്കി കൊടുക്കാം. ഹിസ്റ്ററിക്ക് അല്ലേ? 3.5 ചോദിക്കണത്. ഹിസ്റ്ററിക്കുള്ള 360 കൊടുക്കാം അല്ലേ? കമ്മിയാക്കി കൊടുക്കാം, നമുക്ക് കമ്മിയാക്കി കൊടുക്കാം. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. നല്ല വണ്ടി വേണമെന്നുള്ളവർക്ക് വന്ന് എടുക്കാൻ പറ്റും. ഡീസൽ മൈലേജ് ഉണ്ടാവും. മൈലേജ് 24 കിലോമീറ്റർ സുഖമായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഫുൾ ലോൺ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു i20 ഫുള്ള് ലോണിൽ ഒരു തുക പോലും മുടക്കാൻ നമുക്ക് i20 സ്വന്തമാക്കാം അല്ലേ? ഓക്കെ. ഓഫർ റേറ്റിൽ നമുക്ക് കൊടുക്കും ചെയ്യാം. CRDI ആസ്റ്റ അല്ലേ? ആസ്റ്റ ഓപ്ഷണൽ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി, ഏറ്റവും ടോപ്പ് ഉണ്ട്. സെക്കൻഡ് ഓണർ. പിന്നെ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വണ്ടി ഒന്ന് ഇപ്പൊ വന്ന കണ്ടീഷനാണ് അല്ലേ? നല്ല കണ്ടീഷൻ, ഒന്ന് കഴുകി പോളിഷ് ചെയ്യാനുള്ള മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പക്കയല്ലേ വണ്ടി? ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വരും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 590 ചോദിക്കുന്നുണ്ട്. 590 6.5 ലോൺ കിട്ടും. ശരിക്കും 2016 ആസ്റ്റ ഓപ്ഷനിൽ എന്ന് പറഞ്ഞാൽ 6.5 വിൽക്കണം. വെറും 5,90,000 രൂപക്ക് i20 ആസ്റ്റ കൊണ്ടുപോകാൻ പറ്റില്ലേ? അതും ഏറ്റവും ഫുൾ ലോണിലാക്കി ഒരു ഉപ്പ് മുടക്കാതെ കൊണ്ടുപോകാൻ. കറക്റ്റ് സർവീസ് ഒക്കെ അല്ലേ? കറക്റ്റ് സർവീസ് കാര്യങ്ങൾ ഹിസ്റ്ററി കറക്റ്റ് ആണ്. ഉണ്ടായ ഷോറൂം ഇവിടെ അടുത്ത് തന്നെയാണ്. ഷോറൂം കൊണ്ടുതന്നെ അവർക്ക് ചെക്ക് ചെയ്യാം. ആക്സിഡന്റ് ഒന്നും ഇല്ല. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരു സ്കോർപിയോ ഓട്ടോമാറ്റിക്. അത് ഓട്ടോമാറ്റിക് 2010 മോഡൽ വണ്ടി, വളരെ റയർ ആയിട്ടുള്ള ഒരു വണ്ടി അല്ലേ? 2010 ആണ് ഇത്. നമുക്ക് ചെറിയ പ്രൈസിനും കൊടുക്കാം. ഓണറൊക്കെ പറയാൻ പറ്റും? ഇതിന്റെ ഓണർഷിപ്പ് സെക്കൻഡ് ആണ് തോന്നുന്നു, ഞാൻ മറന്നു. സെക്കൻഡ് ആണല്ലേ? കിലോമീറ്ററും കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 120 അല്ലേ? ഓട്ടോമാറ്റിക് സ്കോർപിയോ കിട്ടൂല, ഭയങ്കര പണിയാണ് കിട്ടാന്. അത് നല്ല കിടിലൻ അലോയ് വീലോട് കൂടി വരുന്ന വണ്ടിയാണ്. ഇന്റീരിയർ സൈഡിലോട്ട് വരികയാണെങ്കിൽ ടയർ കുറവാണ്, പക്ഷെ വണ്ടി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അബോ ആവറേജ് പക്ക വണ്ടിയാണ്. ഓക്കെ. ഇന്റീരിയർ സൈഡിലോട്ട് വരികയാണെങ്കിൽ സീറ്ററൊന്നും ചെയ്തില്ല, എന്നാലും തരക്കേടില്ല കേട്ടോ. സെറ്റ്, സെൻട്രൽ ലോക്ക് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എത്ര കൊടുക്കാം? 2.5. ഒരു 2.5 ലക്ഷം രൂപയ്ക്ക് 2.5 ലക്ഷം രൂപ ആജാനുഭാവ് വണ്ടി കൊടുക്കാം അല്ലേ? പിന്നെ ഫുൾ ലോണിലുള്ള ഡിസൈർ ആട്ടത്. ഫുള്ള് ലോണില്. ഓക്കെ. VXI പെട്രോളിൽ വരുന്ന 2016. ഓണർഷിപ്പ് ഒക്കെ 42. സെക്കൻഡ് ഓണർ, സെക്കൻഡ് രണ്ടാമത്തെ ആള് നമ്മള് ഡീലർ തന്നെയാണ്. ശരിക്കും സിംഗിൾ യൂസ് വണ്ടി. പിന്നെ പാർട്ടി ആവശ്യപ്പെട്ടിട്ട് മാറ്റിയായിരിക്കും. നമ്മള് വണ്ടി വാങ്ങിയപ്പം നമ്മുടെ പേർക്ക് മാറ്റിയാ. ഇന്ത്യൻ 45,000 ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ് VXI ഓപ്ഷന്. CNG കയറ്റി കഴിഞ്ഞാൽ നല്ല മൈലേജ് കിട്ടും. ടാക്സി ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. എങ്ങനെ വേണേലും ഉപയോഗിക്കാം. ഒരു ഫാമിലി 4.5 ചോദിക്കണ്ടേ, നമുക്ക് കമ്മിയാക്കി കൊടുക്കാം. കിട്ടുന്ന പോൾക്കൂലിക്ക് ഫുള്ള് മാക്സിമം ലോൺ ആക്കി കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാൻ പറ്റിയ ഡിസൈർ ആണ്. ഡിസൈർ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. സിംഗിൾ യൂസ് വണ്ടി, വണ്ടി. ടോട്ടൽ ലോസ് പ്രൊഡക്റ്റ് നമ്മൾ ഗ്യാരണ്ടി കേട്ടോ. ഓക്കെ. അതിനൊന്നും ഇല്ല, നമുക്ക് ഗ്യാരണ്ടി പറയാം. അടുത്തായിട്ട് നമുക്കൊരു എത്തിയോസ് പരിചയപ്പെടാം. മോഡല് ഇത് 2015 മോഡൽ വണ്ടി. 15. ഓണർഷിപ്പോ? ഇത് 3ാമത്തെ ഓണർഷിപ്പ്. കേരള വണ്ടി? റീവണ്ടിയാണല്ലേ? 3ാമത്തെ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ വണ്ടിക്ക്? ഗ്ലാസ് സെറ്റ് ഉണ്ട്. ഗ്ലാസ് ഉണ്ടല്ലേ? മേജർ പരിപാടി ഒന്നും ഇല്ലല്ലോ? ഡീസൽ അല്ല വണ്ടി? ഡീസൽ. മൈലേജ് 20-24 കിലോമീറ്റർ മൈലേജും കിട്ടും. ഓക്കെ. ഇന്ത്യൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ തരക്കേടില്ലാതെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. മെക്കാനിക്കലി ഫിറ്റാ. മെക്കാനിക്കൽ പക്ക ഫിറ്റ് അല്ലേ? പക്ക ഫിറ്റാ. ഓക്കെ. എത്ര കൊടുക്കാം?
ഇത് 4.5 ചോദിക്കുന്നുണ്ട്, കമ്മിയാക്കി കൊടുക്കാം. മാക്സിമം റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ലോൺ കയറുമോ? നമ്മള് ലാസ്റ്റ് വില പറഞ്ഞാലും ആൾക്കാർക്ക് എന്തെങ്കിലും കമ്മിയാക്കണം. അപ്പൊ ആൾക്കാർ വന്നോട്ട് എന്നിട്ട് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ വേണ്ട രീതിയിൽ മാർക്കറ്റ് വില പറയുന്നത്, എന്നാലും അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തായിട്ട് നല്ലൊരു i20 പരിചയപ്പെടാം. 2018 i20 മാഗ്ന അല്ലേ? ഓണർഷിപ്പ് 5.5 ചോദിക്കുന്നുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ്. ഒരു 5.5 ലക്ഷം രൂപ i20. അതെ, 18 മോഡൽ കൊടുക്കാം. അതെ, ഇന്റീരിയർ ഒക്കെ ഒരുപാട് പണിപ്പിച്ച വണ്ടിയാ. ഓക്കെ, മാഗ്നയാണ്, പക്ഷെ ശരിക്കും ആസ്റ്റിന്റെ ഒരു ഫീൽ ഉണ്ട് വണ്ടി കാണുമ്പോൾ. അതെ അതെ, വലിയ സെറ്റ് സീറ്റ് അവർ തുടങ്ങി ഒരുപാട് ഫിറ്റിംഗ്സ് എക്സ്ട്രാ ചെയ്തിട്ടുള്ള വാഹനമാണ്. 5.5 ലക്ഷം രൂപ കൊടുക്കാൻ ലോൺ ചെയ്യാൻ പറ്റുമോ? 5 ലക്ഷം രൂപ കമ്മിയാക്കി കൊടുക്കാം. അതിന് കമ്മിയാക്കി. ഡീസൽ. ഓക്കെ, 2018 വണ്ടി. 18 ഓക്കെ, അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല അടിപൊളി കളറും വരുന്നുണ്ട്. അതെ, ഓക്കെ. നമുക്ക് വീണ്ടും ഒരു വ്യത്യസ്ത ഡുവൽ ടോൺ കളർ വരുന്ന പരിചയപ്പെടാം. ഇത് 2014. ഓണർഷിപ്പ് 4. ഇത് കേരള വണ്ടി അല്ലേ? ഇത് റീവണ്ടിയാണ്. പ്ലാറ്റിനം മോഡലിലേക്ക് കാറ്റിയാണ്. ഓക്കെ, എത്ര കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്? ഇത് 160. ടയറൊക്കെ ഫുൾ കട്ട ടയറാട്ടോ. ഫുൾ കട്ട ടയറും വരുന്നുണ്ട്. ഒരു വ്യത്യസ്തമായ അലോയ് വീലും അല്ലേ? അതെ അതെ അതെ. വണ്ടി തിരക്കേടില്ലല്ലോ? ഇല്ല. ബോഡി ഭാഗങ്ങളും എഞ്ചിനും ഓക്കെ. ഇന്ത്യൻ ഭാഗത്തോട്ട് 4.5 ചോദിക്കണ്ട, നമുക്ക് കമ്മിയാക്കി കൊടുക്കാം. 4.5 എന്തെങ്കിലും കുറച്ചും കൊടുക്കാം. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ തിരക്കേടില്ലാത്ത രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാം. മാക്സിമം ലോൺ വണ്ടി ഇറക്കാം. 1 ലക്ഷം രൂപ വണ്ടി ഇറക്കാം. ഓക്കെ, ടൊയോട്ടന്റെ വണ്ടിയല്ലേ, വരുന്നതിനെ ഒരു കണക്കുണ്ടല്ലോ. അതെ അതെ അതെ, എത്ര വേണേലും ഓടാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു ഓമിനി കൊടുത്താലോ? ഇത് നമ്മളിവിടെ ഉള്ള ഒരു പാർട്ടിന്റെ വണ്ടി തന്നെയാണ്. ഇവിടെ ആലത്തൂർപടിക്കുള്ള ആളാണ് വണ്ടി തന്നെയാണ്. സ്വന്തം വണ്ടിയാണ്. പാർട്ടി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവച്ചാണ്. ഓക്കെ, ധൈര്യമായിട്ട് CNG ഒക്കെ ഉള്ള ഒമ്നി. എത്ര കൊടുക്കാം? ഇത് 1.5 രൂപ. വെറും 1.5 ലക്ഷം രൂപ കൊടുക്കാം. ലോണ് കയറില്ലല്ലോ? ലോണ് കയറൂല. എന്നാലും റെഡി ക്യാഷ് കൊടുത്തൊരു പെട്രോൾ ഉപയോഗിക്കാം, CNG ഉപയോഗിക്കാം. മൈലേജ് ഉള്ള ഈ കച്ചവടക്കാർക്ക്, അതെ, ഈ കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാം. അതിനാണ് ഇങ്ങനത്തെ വണ്ടികൾ കൂടുതൽ പോണേ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ വണ്ടി പരിചയപ്പെടാം. ഒരുപാട് പേര് ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു വണ്ടിയല്ലേ? ഇതിന്റെ ഒരു 4-5 വണ്ടി ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ഇത് മോഡലും കാര്യങ്ങളൊക്കെ 2003 മോഡല്, 28 പേപ്പർ, 5 വർഷത്തേക്ക് പേപ്പറുള്ള വണ്ടി. 28 പേപ്പറും ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗത്ത് നോക്കണ്ട. വർക്കിംഗ് കണ്ടീഷനാണ്. ടയറൊക്കെ എബോ ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കൊടുക്കാം. ഓക്കെ, മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നല്ല വർക്കിംഗ് കണ്ടീഷൻ, ഒറ്റയ്ക്ക് സ്റ്റാർട്ടോ. ഓക്കെ, ഇപ്പൊ ലാൻസറിന്റെ കേസ് പറയുന്നത് എഞ്ചിന്റെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? പക്ക വർക്കിംഗ് കണ്ടീഷൻ, പക്ക വർക്കിംഗ് അല്ലേ? ആൾക്കാർ വന്ന് ചെക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ഓടിച്ചു നോക്കിട്ട് എടുത്താൽ മതി. മെക്കാനിക്കിനെ കൂടെ നോക്കിയാ എങ്ങനെ വേണമെങ്കിലും നോക്കാം. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. വരാത്ത പോലത്തെ ഒക്കെ നോക്കാം. ഓക്കെ, എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് 1.40 കൊടുക്കാം. ലോൺ കയറില്ലല്ലോ? മാക്സിമം റെഡി പൈസ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരു 7 സീറ്റർ ഗോപ്ലസ് അല്ലേ? ഇത് 7 സീറ്റർ ആണോ? 7 സീറ്റർ ആണ്. പക്ഷെ ലാസ്റ്റത്തെ സീറ്റ് ഇതിന് ഊരിട്ടിട്ടുണ്ട്. എന്റെ ഓണർ സിംഗിൾ ഓണർ 58,000 ഓടിയിട്ടുള്ളൂ. 58,000. ഓക്കെ, ചെറിയ പൈസയുള്ളൂ. അതെ, എത്ര കൊടുക്കാം? 2.50 ചോദിക്കുന്നുണ്ട്, കമ്മിയാക്കി കൊടുക്കാം. 2018 വണ്ടി. 18 വണ്ടി 7 സീറ്റർ ഒരു 2.50. ഓക്കെ, ലോൺ കിട്ടൂല ഇതിനൊക്കെ? കിട്ടും. ഫുൾ ലോൺ കയറുമോ? ഫുൾ ലോൺ ഒന്നും കിട്ടൂല, പകുതിന്റെ മുകളിൽ കിട്ടും. കിട്ടൂലേ? റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. ധൈര്യമായിട്ട് കൊടുത്തു. ആകെ 58,000 ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, പെട്രോൾ ആണ്, കുഴപ്പമില്ലാത്ത മൈലേജ്, തിരക്കേടില്ലാത്ത മൈലേജ് ലഭിക്കുന്ന വാഹനമാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരു സ്വിഫ്റ്റ് പരിചയപ്പെടാം. 4 അടിപൊളി അലോയിലൊക്കെ ഇട്ട VDI ഓപ്ഷൻ വരുന്ന വണ്ടി. ഇത് VXI പെട്രോൾ. VXI പെട്രോൾ 3.85 വില. അതിന് കമ്മിയാക്കി കൊടുക്കാം. മോഡലോ? 14 വണ്ടി. 14 VXI. ഓണർഷിപ്പ് സെക്കൻഡ് അല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ തിരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ്. പൈനീറിന്റെ സെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ലോൺ കയറോ? ലോൺ കയറും. ഇതിന് 3.5 ലോൺ കയറും. 3.5 ലക്ഷം രൂപ ലോണും കയറുന്ന ഡീസൽ 4.25 വിൽക്കണ നല്ല വണ്ടികളെ. എന്താന്ന് വെച്ചാൽ നമുക്ക് വേഗം പോണതേ. വണ്ടി വെച്ചോണ്ടൊരു കാര്യമില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും. 3.85 ചോദിക്കണ്ട്, കമ്മിയാക്കി കൊടുക്കാം. മാക്സിമം റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരു ആൾട്ടോ 800 പരിചയപ്പെടാം. മോഡല് കാര്യങ്ങള് 2015 സിംഗിൾ ഓണർ ഓടിയത്. 70,000 ഓടിയായി. എത്ര സർവീസ്? ഓക്കെ, ആക്സിഡന്റും ഇല്ല, ഒരു റീപ്ലേസും ഇല്ല. മരുന്നിന്റെ ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തോട്ടെ. എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ. ടയറൊക്കെ അബോ ആവറേജ് ടയർ ഉണ്ട്. തട്ടുമുട്ട് വേറെ കുറി ഒന്നുമില്ല. എത്ര? 2.30 ചോദിക്കണ്ട്. ചെറിയ രീതിയിലൊക്കെ ഒന്ന് കമ്മിയാക്കി കൊടുക്കാം. കാരണം അപ്പൊ അടുത്തായിട്ട് നല്ലൊരു വൃത്തിയുള്ള എക്കോസ്പോർട്ടില്ലേ? മോഡൽ എത്ര? 2019 മോഡല്, 80,000 കിലോമീറ്റർ ഓടിയ വണ്ടി. വെറും 80,000. ഓണറോ? ടൈറ്റാനിയം പ്ലസ്, സിംഗിൾ ഓണർ അല്ലേ? അതും കമ്പനി സർവീസ് ഉള്ള വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 80,000. 80,000 കറക്റ്റ് സർവീസ് ഉണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല അല്ലേ?
തിരക്കേടില്ലാത്ത വാഹനം കേട്ടോ. ടൈറ്റാനിയം പ്ലസ് ഡീസൽ പ്ലസ് അപ്പൊ ഫുൾ ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഓക്കെ, ടയറും കാര്യങ്ങളൊക്കെ 80-90% ടയർ ഉണ്ട്. ടയർ വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ കമ്പനിന്റെ തന്നെയാണ് വരുന്നുണ്ട്. സിസ്റ്റം കാര്യങ്ങൾ, ഓട്ടോമാറ്റിക് AC, എയർ ബാഗ് തൊട്ട് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. പരമാവധി കമ്മിയാക്കി കൊടുക്കാം, ചോദ്യം നോക്കണ്ട. 8.25 നമുക്ക്. അതെ 8.25 പരമാവധി കുറച്ച് കൊടുക്കാം. ലോൺ ചെയ്യാം, മാക്സിമം ലോണും ചെയ്യാൻ പറ്റിയ ഹൈ ക്വാളിറ്റി വണ്ടി അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തായിട്ട് ജീപ്പ് കോമ്പാസ് പരിചയപ്പെടാം. ഇത് ലിമിറ്റഡ് എഡിഷൻ കോമ്പസ്. മലപ്പുറം വണ്ടി, 2018 സിംഗിൾ ഓണർ. കിലോമീറ്റർ 120. 1,20,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ടയർ ഒരു ആവറേജ് വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, കറക്റ്റ് സർവീസ്. ഓക്കെ, കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തരക്കേടില്ലാത്ത ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാല് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സിസ്റ്റം ഒക്കെ ഒരു പക്ക കണ്ടീഷൻ വണ്ടി അല്ലേ. പ്രൊജക്ടർ ഹെഡ്ലാമ്പ്, DRL, അങ്ങനെ അതിന്റെ ഫുള്ളിൽ വരുന്ന വണ്ടിയാണ്. ലിമിറ്റഡ് എന്ന് അതിന് പറയാം. ലിമിറ്റഡ് ഈ വേരിയന്റിന് പറയുന്നത്. എത്ര കൊടുക്കാം? ഇത് 12 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും. ഇനി പിന്നെ മാക്സിമം 10 മുകളിൽ ലോണും കിട്ടും. 10 മുകളിൽ ലോണും ചെയ്യാം. പിന്നെ ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. വേണ്ട ഒരു പെട്ടെന്ന് വിളിച്ചോളി. പറഞ്ഞ പരിചയപ്പെടാം. സെഡാൻ വാഹനങ്ങളിൽ പവർഫുൾ ആയിട്ടുള്ള വാഹനം അല്ലേ. 5-10 തരാം. 5-10 2014 മോഡൽ വണ്ടിയാണ്. 5-10 ഒന്നും കിട്ടൂല. 5-10 തരാം. ഇത് ഫുൾ ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ വണ്ടി. 6 എയർ ബാഗ്, പ്രൊജക്ടർ ഹെഡ്ലാമ്പ്, DRL എല്ലാം ഉള്ളത്. ഡയമണ്ട് കട്ട് വീലൊക്കെ ഉള്ളത്, എല്ലാം ഉള്ളത്. ഡീസൽ, ക്ലീൻ ക്വാളിറ്റി ഡീസൽ. മൈലേജ് ഒക്കെ എത്ര കിട്ടും? ഒരു 18, 20, 22, 24 വരെ കിട്ടും. ലോങ് കിട്ടൂലേ? ഓക്കെ, റിവേഴ്സ് ക്യാമറ സെൻസറും വരുന്നുണ്ട്. 5-10 നമുക്ക് കമ്മിയാക്കി കൊടുക്കും ചെയ്യാം. 1.6 നല്ല പവർഫുൾ എഞ്ചിനാണ് കേട്ടോ. മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ടോ വണ്ടിക്ക്? മെയിൻ്റെനൻസ് ഒക്കെ വലിയ മെയിൻ്റെനൻസ് ഉള്ള വണ്ടി ഒന്നല്ല പറഞ്ഞത്. നല്ല യാത്രാ സുഖമുള്ള വണ്ടിയാണ്. ഓക്കെ, ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ തരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ് വരുന്നത്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന അടിപൊളി വാഹനം അല്ലേ. 5-10 ലോൺ ചെയ്യാൻ പറ്റും നമുക്ക്. 5-10 ലോൺ കിട്ടും. ചിലപ്പോ ലോണും കിട്ടൂലേ. നല്ല ട്രാക്ക് ഫുൾ ലോൺ ഞാൻ പറയില്ല. ചിലപ്പോ ഒരു 10, 20, 50 കാണേണ്ടി വരും. എന്നാലും നമുക്ക് മാക്സിമം ലോണും ചെയ്യാം. വണ്ടി ഇപ്പൊ വന്ന കണ്ടീഷൻ ആണ്. ഒന്ന് കഴുകി കുട്ടപ്പനാക്കണം. ചെയ്യാനുള്ളൂ, വേറെ ഒന്നും ചെയ്യാല്ല. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് ഫുള്ള് ലോണില് നമുക്ക് സ്വിഫ്റ്റ് കൊടുക്കാം. 1 രൂപ പോലും ഇതിന്റെ ഒരു വൈറ്റ് ഉണ്ട് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയത്. ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാ. മോഡല് 2015 സിംഗിൾ ഓണർ. കറക്റ്റ് കമ്പനി സർവീസ്. കിലോമീറ്റർ 1ന്റെ മുകളിൽ ഓടിയാണ്. ആ ഓടി മുഴുവൻ കമ്പനി സർവീസ് ഉണ്ട്. ടയർ ഒരു 80% ടയർ. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. മൈനർ ആക്സിഡന്റ് പോലും ഇല്ല. റീപ്ലേസ് ഇല്ല, ഫ്ലഡ് ഇല്ല, ടോട്ടൽ ലോസ് ഇല്ല, ഗ്യാരണ്ടി. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ തരക്കേടില്ലാത്ത ഇന്റീരിയർ തന്നെ വരുന്നില്ല. എത്ര കൊടുക്കാം? ഇത് 4.45 ചോദിക്കുന്നുണ്ട്. അതിൽ ചെറിയ പൊടിക്ക് കമ്മിയാക്കി കൊടുക്കാം. മാത്രല്ല അത് നമുക്ക് അതിന്റെ മുകളിൽ ലോണും കൊടുക്കാം. 4.40 ലോണും കൊടുക്കാം. അതെ. മാത്രല്ല ഇതേപോലെ തന്നെ വൈറ്റ് കളർ സ്വിഫ്റ്റ് നമ്മുടെ അടുത്തുണ്ട്. അത് 4.5 ചോദിക്കുന്നുണ്ട്. അതും ഫുൾ ലോണിൽ കൊടുക്കാം. കമ്പനി സർവീസ് കമ്പനി സർവീസ് ഉള്ള സിംഗിൾ ഓണർ വണ്ടി നമുക്ക് ഫുള്ള് ലോൺ കൊണ്ടുപോകട്ടെ. ഇത് അധികം ഷോറൂമിൽ കണ്ടുവരാത്ത വണ്ടി. ഇത് എത്ര മോഡല്? ഇത് സാൻഡ്രോ ആണ്. 2019-20 വണ്ടിയാണ്. 2019 12-ാം മാസം ഇറങ്ങിയ വണ്ടിയാണ്. 2019 കുറച്ച് മോഡൽ കൂടിയ സാൻഡ്രോ. അതെ. റീപ്ലേസ്മെന്റ് 50,000 കിലോമീറ്റർ ആണ് ഓടി. 55,000 കിലോമീറ്റർ ഓടിയത്. റീപ്ലേസ് ഇല്ല, ഗ്യാരണ്ടി ഒന്നുമില്ല. സിംഗിൾ ഓണർ. പവർ സ്റ്റാറിംഗ് ഉണ്ട്. ഫ്രണ്ടിൽ പവർ വിൻഡോ ഉണ്ട്. തരക്കേടില്ലാത്ത ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 3.85 ചോദിക്കണ്ട്. നമുക്ക് കമ്മിയാക്കി കൊടുക്കാം. അതിന് എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കാം. ധാരാളം ലോൺ ചെയ്യാൻ പറ്റും. ലോൺ ചെയ്തേ മാക്സിമം ലോൺ കയറും. ചെറിയ പൈസ ഇറക്കാതൊക്കെ 30 ഉറുപ്പിക ഉണ്ടെങ്കിലൊക്കെ വണ്ടി ഇറക്കാം. 30 ഉറുപ്പിക ഉണ്ടെങ്കിൽ നമുക്ക് സാൻഡ്രോ ഇറക്കാം കേട്ടോ. 2019. ഓക്കെ, നമുക്ക് ഇത് ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വണ്ടി മൊത്തമായിട്ട് ഇറക്കാം. അതെ. ഡൗൺ പേയ്മെന്റ് എടുത്ത ഒരു കുടുംബത്തിന് സുഖമായിട്ട് യാത്ര ചെയ്യാം. ഓക്കെ, ഇതിപ്പോ എങ്ങനെ കണ്ടീഷൻ വണ്ടിന്റെ? 28 വരെ പേപ്പറുള്ള വണ്ടി. കാർബേറ്റർ പണിപ്പിച്ച വണ്ടിയാണ്. കാർബേറ്ററിന്റെ പ്രത്യേകത എഞ്ചിൻ പണി കുറവായിരിക്കും അല്ലേ? ഓക്കെ, ടയറും കാര്യങ്ങളൊക്കെ ഒരു അത്യാവശ്യം ടയറും വരുന്നുണ്ട്. മൊത്തത്തിൽ എങ്ങനെയാണ് എഞ്ചിനും മൊത്തം നല്ല വർക്ക് കണ്ടീഷൻ, ഒന്നും കംപ്ലൈന്റ് ഇല്ല. ഇത് ഇതേമാതിരി കൊണ്ടുപോയാൽ മതി. ഒരു വരെയും കുറിയും കാര്യങ്ങളൊന്നും ഇല്ല. ഉപയോഗിക്കണേ. മൂപ്പര് ഫുള്ള് പണിപ്പിച്ച് വെച്ചത് തന്നെ. അങ്ങനെ മൂപ്പര് ഗൾഫിൽ പോണ സിറ്റുവേഷൻ വന്നപ്പോ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ നമ്മള് പറയണോ? ഓണർഷിപ്പ് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഓണർഷിപ്പ് കറക്റ്റ് പറഞ്ഞാൽ ഇപ്പോ നോക്കുന്ന വണ്ടി 4 തോന്നുന്നുണ്ട്. 4 തോന്നുന്നുണ്ട്. കിലോമീറ്ററും 28 വരെ പേപ്പറും ഉണ്ട്. 5 കൊല്ലത്തേക്ക് ഉപയോഗിക്കാം, സുഖമായിട്ട് ഉപയോഗിക്കാം. അതെ, ചെറിയൊരു ചോക്ക് റിന്യൂവൽ എടുത്ത് ഇനി ഉപയോഗിക്കാം. അതെ, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 2029 വീണ്ടും റിന്യൂവൽ എടുത്താണ് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ. അത്യാവശ്യം തിരക്കേടില്ലാത്ത വണ്ടിയാണ് കേട്ടോ. ഓക്കെ, വെറും 65 കൊടുക്കാം. അതിന് കുറയോ? അതിൽ എന്തെങ്കിലും ഒരു ചെറിയ 2-3 ഉറുപ്പിക കുറച്ച് കൊടുക്കാം അല്ലേ? നേരിട്ട് വന്നാല്. ഓക്കെ, ലോണ് കിട്ടുന്നില്ല.
2007 മോഡൽ വണ്ടീന്റെ അടുത്തുണ്ട്. അത് 75 റുപ്യ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോഴാണ്. ഈ പറഞ്ഞ റേറ്റ് ഒന്നും അന്തിമമായിട്ടുള്ള റേറ്റ് അല്ല, എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു തരും. അപ്പൊ അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.